ഇങ്ങനെ പിടിച്ചാണ് വർക്കാവുന്നത്. കണ്ടോ, ഒരു നോയ്സും നിങ്ങൾ കേൾക്കാൻ കഴിയും. കണ്ടോ, കഴിയുമ്പോൾ തന്നെ ആ സൗണ്ടും വരുന്നുണ്ട്. കണ്ടോ, സൗണ്ട് കണ്ടോ, സൗണ്ട് വരുന്നുണ്ടോ. സ്റ്റക്ക് ഇതിലാണ് നമുക്ക് പണിയേണ്ടത്. കംപ്ലൈൻറ്റ് ഇവിടെ ഉള്ളത്. തിരിക്കേണ്ട സമയത്ത് ഇത് ഫ്രീ ആയിട്ട് കറങ്ങേണ്ട ഒരു സാധനം സ്റ്റക്ക് കണ്ടോ. ഇതാണ് കംപ്ലൈൻറ്റ് വരുന്ന സാധനം. സ്റ്റീറിങ്ങിൻ്റെ ഹാർഡ് വരുന്ന ഒരു സാധനമാണിത്. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടോ, സ്മൂത്ത് കണ്ടോ. നമ്മൾ കറക്കി വിട്ടാൽ അത് പോകുന്നുണ്ടോ. ഇങ്ങനെ ഇത്രയ്ക്ക് ഫ്രീ ആവുമെന്ന് വിചാരിച്ചില്ല. അതായത് നന്നായിട്ട് ഫ്രീ ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സ്മൂത്താണ്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ശരിയായെന്ന് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, നമ്മൾക്കിങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് കറങ്ങി അങ്ങ് പോകും. ഇതുണ്ടോ പൊന്നു മക്കളെ, എന്നാ സ്മൂത്ത് എന്നറിയോ. പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് എങ്ങനെ ഇറക്കുന്നോ ആ രീതിയിലുള്ളൊരു സ്മൂത്ത്നെസ് ആണ്. ഇന്നെനിക്ക് വർക്കിനായിട്ട് ഒരു സ്വിഫ്റ്റ് ഡിസയർ വന്നിട്ടുണ്ട്. 2019 മോഡലാണ്. എൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് സ്റ്റക്ക് തന്നെയാണ്. ഇതുണ്ടോ, ഇങ്ങനെ പിടിച്ചാണ് വർക്കാവുന്നത്. കണ്ടോ, ഒരു നോയ്സും നിങ്ങൾ കേൾക്കാൻ കഴിയും. കണ്ടോ, എപ്പോൾ തിരിച്ചാലും ഒരു ചെറിയൊരു ടക്ക് ടക്കെന്നൊരു സൗണ്ട് വരും. ആ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നതാണ്. ഇത് ഫുൾ ടൈറ്റാണ്. നമ്മൾ സ്റ്റിയറിംഗ് ഒരു കാരണവശാലും നമുക്കിത് ഓട്ടിക്കാൻ കഴിയില്ല. എപ്പോഴും കൈ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കണം. ഒരിടത്ത് വെച്ച് അങ്ങനെ തന്നെ ഒരു സ്റ്റക്കായിരുന്നളായി. തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്കായി പിടിച്ചാണ് വർക്കാവുന്നത്. ഇത് നമുക്കൊന്ന് സർവീസ് എടുക്കണം. ഇന്നത്തെ ഒരു വർക്ക് അതാണ്. ഉണ്ടോ, ഇത് സ്റ്റിയറിംഗ് നമ്മൾ എവിടെ വെച്ചാലും അതുപോലെ ഇരിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതായത് തിരിക്കുമ്പോൾ തന്നെ ആ സൗണ്ടും വരുന്നുണ്ട്. കണ്ടോ, സൗണ്ട് കണ്ടോ, സൗണ്ട് വരുന്നുണ്ടോ. സ്റ്റക്ക് സൗണ്ട് വരുന്നുണ്ട്. പിടിച്ചാണ് വർക്കാണ്. ഇത് നമുക്കൊന്ന് കോളാർക്ക് റിപ്പയർ ചെയ്തെടുക്കാം. ഇത്രയും ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് ഊരണം. ഇതാണ് നമ്മളെ കോളം. ഇതിനാണ് ഇളക്കി നമുക്ക് സർവീസ് ചെയ്യേണ്ടത്. സ്റ്റിയറിംഗ് ഇളക്കാം. ഞാനിപ്പോൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ടേ. ഇതാണ് കോളം. ഇതിലാണ് നമുക്ക് പണിയേണ്ടത്. കംപ്ലൈൻറ്റ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇളക്കി എടുത്തിട്ട് ഇപ്പോൾ ഇഗ്നീഷൻ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. സിലിണ്ടർ ലോക്കല്ല. ഇത് തിരിക്കേണ്ട സമയത്ത് ഇത് ഫ്രീ ആയിട്ട് കറങ്ങേണ്ട ഒരു സാധനം സ്റ്റക്ക് കണ്ടോ. അടിപൊളിയായിട്ടാണ് സ്റ്റക്കായിരിക്കുന്നത്. കാര്യം ഒരു പൊടിക്ക് പോലും അനങ്ങുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള ജാമ്. ഇത് നമുക്ക് ഇളക്കി നിന്ന് സർവീസ് ചെയ്യാം. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് കംപ്ലൈൻറ്റ് വരുന്ന സാധനം. സ്റ്റിയറിങ്ങിൻ്റെ ഹാർഡ് വരുന്ന ഒരു സാധനമാണിത്. ഏറ്റവും കൂടുതൽ ഈ ബെയറിങ്ങുകൾ ചെക്ക് ചെയ്യുക. ഇവിടെയും ബെയറിങ് ചെക്ക് ചെയ്യുക, ഗ്രീസ് ചെയ്യുക. കഴിവത് ഈ സാധനം മാറ്റാൻ നോക്കുക. ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ വേറെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ടീത്ത് കണ്ടോ, അടിപൊളി ക്ലിയറാണ്. ഈ സാധനം മാറുന്നതാണ് നല്ലത്. നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീലിൽ ഫുള്ള് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബെയറിങ്ങിൽ ചെയ്തിട്ടുണ്ട്, ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാം. ഒരു കൈ കൊണ്ട് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ആവും. സ്മൂത്തായിട്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പൗസ് ചെയ്യുന്നുണ്ട്. പൗസ് ചെയ്തിട്ട് 2 കൈ കൊണ്ട് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളി സ്മൂത്താവും. ഞാൻ നോക്കട്ടെ. ഞാൻ എൻ്റെ മോട്ടറൊക്കെ ഇട്ട് മുറുക്കി ഫുള്ള് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് കൂടെ ജസ്റ്റ് ഒന്നിട്ട് കറക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, സ്മൂത്ത് കണ്ടോ. നേരത്തെ ഇത് സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തിട്ട് എനിക്ക് കൈ കൊണ്ട് കറക്കാൻ കഴിയില്ലായിരുന്നു. ടേബിൾ വെച്ച് മൽപ്പിടുത്തം പിടിച്ചാൽ പോലും കറങ്ങത്തില്ലായിരുന്നു. ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, സ്മൂത്ത് കണ്ടോ. നമ്മൾ കറക്കി വിട്ടാൽ അത് പോകുന്നുണ്ടോ. ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ഓടിങ്ങ് പോകണ്ട, ഓടിപ്പോകണണ്ട. ഇതുപോലെ തന്നെയാണ് സ്റ്റിയറിംഗ് ഇടുമ്പോഴും ഇതുപോലെ തന്നെയാണ് വേണ്ടത്. ഇനി മാത്രമേ ഇത് റിട്ടേൺ വരത്തുള്ളൂ. യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞ് റിട്ടേൺ അടിക്കും. മറ്റാണെങ്കിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഞാൻ സ്റ്റിയറിംഗ് കൂടെ ഇട്ടൊന്ന് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഈ സ്റ്റിയറിംഗ് ഒന്നിട്ട് ഇവിടെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. എന്തോ അത് ഇത്രയ്ക്ക് ഫ്രീ ആവുമെന്ന് വിചാരിച്ചില്ല. അതായത് നന്നായിട്ട് ഫ്രീ ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സ്മൂത്താണ്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്.
ഒരു വിരൽ കണ്ടോ, ഒറ്റ വിരൽ മതി. ഇനി ഇതിന്റെ ഉടക്കം ഇനി സ്റ്റിയറിംഗ് ഒരിക്കലും ടൈറ്റ് വരത്തില്ല, അത്രയ്ക്ക് ഫ്രീ ആയിട്ടുണ്ട്. കാര്യം ഇതിലെല്ലാം ഇനി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. മോട്ടോർ വരെയായിട്ട് പിടിപ്പിച്ച് ലോഡാക്കിയിട്ടുണ്ട്. ലോഡുള്ളതാണ് ഇതിപ്പം. ലോഡ് ഉണ്ടായിട്ട് പോലും കണ്ടോ, മോട്ടറും കൂടെ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. ഇത് കണ്ടോ, ഫിറ്റ് ചെയ്തിട്ട് പോലും ഇത്രയും നല്ല സ്മൂത്ത് ആയിട്ടാണ് തിരിയുന്നത്. ഇത്ര ഇതിൽ കൂടുതൽ ഇനി എന്താ ഫ്രീ ആവണ്ടേ. ഇതുപോലെ ഫ്രീ ആക്കി എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ കറക്കി വിട്ട് കഴിഞ്ഞാൽ കറങ്ങി പോകണുണ്ടോ. ഇതുണ്ടോ, ഞാൻ കറക്കി വിട്ട് കഴിഞ്ഞാൽ കൈ എടുത്തു കഴിഞ്ഞാൽ കറങ്ങി ഇങ്ങ് പോകണം കണ്ടോ. എങ്കിൽ മാത്രമേ ഇത് സ്മൂത്തായിട്ട് നമുക്ക് ആ വണ്ടിയിൽ ആ ഒരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ കൈ കൊണ്ടങ്ങ് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകണം കണ്ടോ. ഇനി ഞാനൊന്ന് വണ്ടിയിലൊന്ന് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് എത്രത്തോളം നല്ല ഇതായിട്ട് വർക്കാണെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ശരിയായെന്ന് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, നമ്മൾക്കിങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് കറങ്ങി അങ്ങ് പോകും. ഇതുണ്ടോ, നേരത്തെ ആണെങ്കിൽ സ്റ്റക്കായി ഇരിപ്പായിരുന്നു ഇങ്ങനെ ഒരിടക്ക്. ഇതുണ്ടോ, ഇതാണ് ഇതിന് ശരിയായെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ്, സ്മൂത്താണ്. ഇങ്ങനെ കറക്കി അങ്ങ് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങി അങ്ങ് പോകും. പൊന്നു മക്കളെ, എന്നാ സ്മൂത്ത് എന്നറിയോ. പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് എങ്ങനെ ഇറക്കുന്നോ ആ രീതിയിലുള്ളൊരു സ്മൂത്ത്നെസ് ആണ്. വേണ്ടോ, നമ്മൾ കയ്യങ്ങ് എടുത്തു കൊടുത്ത ഒരു സൗണ്ടും ഇല്ല. സൂപ്പറാണ്. ഇപ്പം യൂട്ടേനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കയ്യങ്ങ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും തന്നെ തിരിച്ചു വരും സ്പോട്ടിൽ. മറ്റേണെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നേ. ഇപ്പൊ സ്മൂത്തായിട്ട് അത് തിരിച്ചു വരുന്നുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുക ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളിയായിട്ടാണ് ഇപ്പോൾ വർക്കാവുന്നത്. അത് നമ്മളിങ്ങനെ എടുക്കുക ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് നേരത്തെ ആണെങ്കിൽ ഇതുപോലെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് വിട്ടിട്ട് സ്റ്റഡി ആയിട്ട് വരുന്നുണ്ടോ. ഞാൻ ഇപ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ചിട്ടങ്ങ് ഇങ്ങോട്ടാക്കിയിട്ട് അങ്ങ് വിട്ടു കൊടുക്കുന്നുണ്ട്. സ്റ്റഡി ആയിട്ട് വരുന്നുണ്ടോ. ഇനി നമുക്ക് കണ്ട ഇതും കൂടെ ഇട്ടൊന്ന് മുറക്കണം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തേക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.